മതപരമായ ചില ബാഹ്യ ചടങ്ങുകളിൽ കൂടി പോകുന്നതിനാൽ ദൈവാനുഗ്രഹം ലഭിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ ഒന്നും മുടക്കാതെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അനേകരുണ്ട്. അല്പം ചിന്തിക്കുന്ന ഏതൊരാൾക്കും അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരം ജീവിതചര്യകളെ തിരുത്തേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാകുന്നു. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവരെക്കുറിച്ച് 107 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു. ദൈവം മനസ്സലിവും ദീർഘക്ഷമയും ഉള്ളവനെങ്കിലും അവിടുത്തെ വചനങ്ങളോട് നിരന്തരം മത്സരിക്കുന്നത് ഒരു മനുഷ്യനും ശുഭമല്ല. യിരെമ്യാ പ്രവചനം 26 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിലൂടെ ഇന്ന് നമ്മൾക്ക് കടന്നു പോകാം. യിരെമ്യാ പ്രവചനം 26 അധ്യായം മുതലാണ് നാം ഇപ്പോൾ പഠിക്കുവാൻ ആരംഭിക്കുന്നത്. 26 അധ്യായം യെഹോയാക്കീമിൻ്റെ കാലത്ത് നേരത്തെ കൊടുത്ത ദൂതാണിത്. ഇപ്പോൾ സിദെക്കീയാവിൻ്റെ വാഴ്ചയുടെ കാലത്ത് വീണ്ടും ആ ദൂത് ആവർത്തിക്കുന്നു. 26 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദ ജനം പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനമായി നൽകിയ ദൈവത്തിൻ്റെ വചനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ജനം പതിവ് പോലെ ഇപ്പോഴും ദൈവാലയത്തിൽ വന്നുകൊണ്ടിരുന്നു. ബാഹ്യമായി ഈ ആരാധന നടന്നുകൊണ്ടിരുന്നു. ദേശത്ത് ആ സമയത്ത് നല്ല അഭിവൃദ്ധിയുമായിരുന്നു. യാതൊരുത്തരും പരാതി പറഞ്ഞിരുന്നില്ല. എന്നാൽ വാസ്തവത്തിൽ ജനം ദൈവത്തിൽ നിന്നും വളരെ വളരെ അകന്നാണ് ജീവിച്ചിരുന്നത്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെയും വ്യക്തമായ ഒരു ചിത്രമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 26 അധ്യായത്തിൽ ദേശത്ത് ജനം വളരെയധികം പാപത്തിലാണ് ജീവിച്ചിരുന്നത്. യിരെമ്യാ പ്രവാചകൻ അതിനെതിരായി സംസാരിക്കുന്നത് നാം കാണുന്നു. 26 അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാടാവിത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ നമസ്കരിപ്പാൻ വരുന്ന സകല യഹൂദ പട്ടണങ്ങളോടും പ്രസ്താവിപ്പാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളെയും അവരോട് പ്രസ്താവിക്കുക. ഒരു വാക്കും വിട്ടുകളയരുത്. അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കത്തക്കവണ്ണം, പക്ഷേ അവർ കേട്ട് ഓരോരുത്തൻ താൻ്റെ ദുർമാർഗം വിട്ട് തിരിയുമായിരിക്കും. അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കത്തക്കവണ്ണം. ദൈവം അനുതപിച്ചു എന്ന് പറയുമ്പോൾ ദൈവം തൻ്റെ മനസ്സ് മാറ്റി എന്നല്ല അതിൻ്റെ അർത്ഥം. വാസ്തവത്തിൽ മനുഷ്യർക്കാണ് മാറ്റം വന്നത്. അതിൻ്റെ അർത്ഥം അതത്രേ. ജനങ്ങൾക്ക് മാറ്റമുണ്ടായാൽ ദൈവം അവരെ ന്യായം വിധിക്കുകയില്ല, മറിച്ച് അനുഗ്രഹിക്കും. ദൈവം തൻ്റെ മനസ്സ് മാറ്റി എന്നാണ് നമുക്ക് തോന്നുക. എന്നാൽ ദൈവം എല്ലായ്പ്പോഴും പാപത്തെ ശിക്ഷിക്കുന്ന ദൈവമാണ്. തങ്ങളിലേക്ക് വരുന്ന പാപിയോട് ദൈവം ക്ഷമിക്കുകയും ചെയ്യും. ഇതാണ് വാസ്തവം. ഈ കാര്യത്തിന് ഒരിക്കലും മാറ്റമില്ല. ദൈവ ന്യായവിധിയിലായിരിക്കുന്ന ഒരു പാപി ദൈവത്തിങ്കിലേക്ക് തിരികെയും രക്ഷിക്കപ്പെട്ട് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് മാറ്റം സംഭവിച്ചതായി നമുക്ക് തോന്നാം. എന്നാൽ വാസ്തവത്തിൽ പാപിയായ മനുഷ്യൻ്റെ മനസ്സാണ് മാറിയത്. അവനിൽ മാറ്റമുണ്ടായാൽ താൻ അവരെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം പറയുന്നു. അവരെ ദൈവം ശിക്ഷിക്കുകയില്ല, ന്യായം വിധിക്കുകയില്ല. ദൈവം ഇസ്രായേൽ ജാതിയോട് ഇടപെട്ട വിധവും സഭയോട് ഇടപെടുന്ന വിധവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത്,
ദൈവം ഇസ്രായേൽ ജനത്തോട് ഇടപെടുമ്പോൾ വാസ്തവത്തിൽ ഒരു കലണ്ടർ വെച്ച്, അതായത് ആണ്ടും മാസവും തീയതിയും അനുസരിച്ചാണ് ഇടപെടുന്നത്. അവരുടെ ചരിത്രം അനുസരിച്ചുള്ള തീയതി ദൈവം അറിയിക്കുന്നു. എന്നാൽ സഭയോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലിൽ ദൈവം യാതൊരു സമയവും നൽകുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കർത്താവായ യേശു എപ്പോഴാണ് വരുവാൻ പോകുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും പറയുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ പരിപാടിയിലെ അടുത്ത പ്രധാന ഇനം യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലെ വരവാകുന്നു. അത് മാത്രമേ എനിക്കും നിങ്ങൾക്കും പറയുവാൻ കഴിയൂ. വാസ്തവത്തിൽ കർത്താവ് വേഗം വരുന്നു എന്നുപോലും പറയുവാൻ നമുക്ക് കഴിയില്ല എന്നത്രേ ഞാൻ വ്യക്തിപരമായി ചിന്തിക്കുന്നത്. ആമേൻ, കർത്താവേ വേഗം വരേണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയൂ. അവിടുത്തെ വരവിൻ്റെ സമയം നമ്മോട് പറഞ്ഞിട്ടില്ല. ഇനി 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ നീ അവരോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ച് പറയിച്ചിട്ടും നിങ്ങൾ കൂട്ടാക്കാതിരുന്ന എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വചനങ്ങളെ കേൾപ്പാനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച എൻ്റെ ന്യായപ്രമാണത്തെ അനുസരിച്ച് നടപ്പാനും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കയില്ലെങ്കിൽ ഞാൻ ഈ ആലയത്തെ ശീലോവിന് തുല്യമാക്കി ഈ നഗരത്തെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ശാപവാക്യമാക്കി തീർക്കും. ഞാൻ ഈ ആലയത്തെ ശീലോവിന് തുല്യമാക്കും എന്ന് ദൈവം പറയുന്നു. അതായത് ഞാൻ അതിനെ നശിപ്പിക്കും എന്നത്രേ ദൈവം പറയുന്നത്. ഈ നഗരത്തെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ശാപവാക്യമാക്കി തീർക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. യെരുശലേം ഈ ഭൂമിക്കൊരു ഭാരമായിരുന്നു. ഇന്നും അതുതന്നെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് ഞാൻ പറയട്ടെ. ദൈവം പറഞ്ഞു താൻ അതിനെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ശാപവാക്യമാക്കി തീർക്കുമെന്ന്. അതെ, ദൈവം അപ്രകാരം ചെയ്യുകയും ചെയ്തു. 7ഉം 8ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യിരെമ്യാവ് ഈ വാക്കുകളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു. എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെയും യിരെമ്യാവ് പ്രസ്താവിച്ച് തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ച്, നീ മരിക്കണം നിശ്ചയം. കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. യിരെമ്യാവിൽ കൂടിയുള്ള ദൈവത്തിൻ്റെ ദൂത് അവർ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. ഇപ്പോൾ യിരെമ്യാവിനെ കൊന്നുകളയുവാനാണ് അവർ താല്പര്യപ്പെടുന്നത്. ഈ ഭാഗത്ത് 3 വിഭാഗം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. 1 പ്രഭുക്കന്മാർ, പിന്നെ പുരോഹിതന്മാരും പ്രവാചകന്മാരും, 3 ജനങ്ങളും. 11-ാം വാക്യം നോക്കിക്കാട്ടെ. പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോട് സകല ജനത്തോട്, ഈ മനുഷ്യൻ മരണയോഗ്യൻ, അവൻ ഈ നഗരത്തിന് വിരോധമായി പ്രവചിച്ചിരിക്കുന്നത് നിങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടുവല്ലോ എന്ന് പറഞ്ഞു. പുരോഹിതന്മാരും പ്രവാചകന്മാരും ഏകാഭിപ്രായമായിരുന്നു. യിരെമ്യാവിനെ കൊന്നുകളയണമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ ആ അഭിപ്രായത്തിന് മാറ്റമുണ്ടായതേയില്ല. എന്നാൽ യിരെമ്യാവ് പറയുന്നത് കേൾക്കണമെന്നായിരുന്നു പ്രഭുക്കന്മാരുടെ തീരുമാനം. ജനങ്ങളും പ്രഭുക്കന്മാരുടെ ആഗ്രഹത്തോട് യോജിച്ചു. 12ഉം 13ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അതിന് യിരെമ്യാവ് സകല പ്രഭുക്കന്മാരോടും സർവ്വജനത്തോടും പറഞ്ഞത്, നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്കുകളൊക്കെയും ഈ ആലയത്തിനും ഈ നഗരത്തിനും വിരോധമായി പ്രവചിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിപ്പീൻ. എന്നാൽ യഹോവ നിങ്ങൾക്ക് വിരോധമായി അരുളി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ദൈവം അവരെ ശിക്ഷിക്കും എന്ന് പറയുവാൻ കാരണം എന്താണെന്ന് യിരെമ്യാവ് വ്യക്തമാക്കും. യിരെമ്യാവ് പ്രവചിച്ചതായ കാലത്ത് ദൈവാലയവും യെരുശലേം നഗരവും നശിപ്പിക്കപ്പെടും എന്ന് പറയുന്നത് ദൈവദൂഷണമായിരുന്നു എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. അത് അവനെ ദൈവദൂഷണം പറയുന്നവനായി മുദ്ര കുത്തുകയാണ് ചെയ്തത്. ദൈവാലയം ഒരിക്കലും നിലം പതിക്കുവാൻ, നശിപ്പിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്നാണ് കള്ളപ്രവാചകന്മാർ പറഞ്ഞിരുന്നത്. അത് ദൈവത്തിൻ്റെ ആലയവും യെരുശലേം ദൈവത്തിൻ്റെ നഗരവുമായിരുന്നു. സർവശക്തനായ ദൈവം തനിക്കുള്ളതിനെ നശിപ്പിക്കുവാൻ സമ്മതിക്കുമോ? അതുകൊണ്ട് അവ നശിപ്പിക്കപ്പെടുകയില്ല എന്ന് കള്ളപ്രവാചകന്മാർ പറഞ്ഞു.
നിങ്ങൾക്ക് തെറ്റുപറ്റി, മതത്തെ നിങ്ങൾ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു എന്നാണ് യിരെമ്യാവ് അവരോട് പറഞ്ഞത്. അനേകം ക്രിസ്തു വിശ്വാസികളെന്ന് പറയുന്നവരും ഇപ്രകാരമാണ് ചെയ്യുന്നത്. ദൈവവചനത്തെ ഒരു മാന്ത്രിക വടി പോലെ കാണുന്നവരുണ്ട്. രാത്രിയിൽ പേടി കിട്ടാതിരിക്കാൻ തലയണ കീഴിൽ വേദപുസ്തകം വെച്ചുകൊണ്ട് ഉറങ്ങുവാൻ കിടക്കുന്നവരുണ്ട്. ഈ പുസ്തകം ജീവിതത്തിൻ്റെ ഭാഗമായി തീരേണ്ടത് ആവശ്യമാണ്. പ്രായോഗിക ജീവിതത്തിൽ ഇതിലെ സത്യങ്ങൾ അനുഷ്ഠിക്കപ്പെടേണ്ടതുണ്ട്. മതത്തെയും ദൈവവചനത്തെയും അതിൻ്റെ യഥാർത്ഥമായ രീതിയിൽ പലരും കാണുന്നില്ല. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയാൽ ജീവിതത്തിൽ യാതൊരു കുഴപ്പവും പ്രശ്നവും ഉണ്ടാകുകയില്ല എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. നേർച്ച കാഴ്ചകൾ കഴിച്ചാൽ അതുപോലെ എന്തെങ്കിലും ത്യാഗപൂർവം എന്ന് തങ്ങൾ ചിന്തിക്കുന്ന, ദൈവം ചിന്തിക്കുന്നതല്ല, തങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ ദൈവം അനുഗ്രഹിച്ചേ തീരൂ എന്നാണ് പലരും ചിന്തിക്കുന്നത്. പള്ളിയിൽ പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. ആരാധനയിൽ പങ്കെടുക്കുന്നത് നല്ലതാണ്. എന്നാൽ പള്ളിയിൽ പതിവായി പോകുന്നു എന്നതുകൊണ്ട് മാത്രം സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ദൈവവചനത്തെ പല വിധത്തിൽ കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്തെങ്കിലും പ്രത്യേക കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നതിന് മുൻപ് വേദപുസ്തകത്തിലെ നടത്തിപ്പ് എന്താണെന്ന് അറിയുവാൻ വേദപുസ്തകം തുറന്ന് ആദ്യം കിട്ടുന്നതായ ഭാഗം വായിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ബൈബിളിനോടുള്ള സ്നേഹം കൊണ്ടോ ദൈവത്തോടുള്ള ആദരവ് കൊണ്ടോ ഭക്തി കൊണ്ടോ ആകുന്നോ ഈ പറയുന്നവർ അങ്ങനെ ചെയ്യുന്നത്? ഈ വിധത്തിൽ ഉപയോഗിക്കുവാനുള്ളതല്ല ദൈവത്തിൻ്റെ വചനം. അതിന് ആദിയോടന്തം നമ്മോട് പറയുവാൻ ഒരു ദൂതുണ്ട്. അത് മനസ്സിലാക്കുവാനായിട്ടാണ് നാം ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി വേണം നാം ദൈവവചനത്തെ സമീപിക്കേണ്ടത്. തിരുവചനത്തിലെ ഉപദേശങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും അതേസമയം തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന വെറും മൂഢത്വമായ ഒരു പ്രതീക്ഷ കള്ളപ്രവാചകന്മാർ ചെയ്തുകൊണ്ടിരുന്നത് അതാണ്. ഇന്നും അനേകം ആളുകൾ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത് എന്നത് വളരെ പരിതാപകരമാണ്. ഞാൻ പള്ളിയിൽ പോകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും എനിക്കുണ്ടാകുകയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. അവർക്കും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടാകാം. ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം നമ്മെ ശിക്ഷിക്കും എന്ന് കണ്ട് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവശിക്ഷയാകുന്നു എന്നും ചിന്തിക്കരുത്. പുരോഹിതന്മാരും പ്രവാചകന്മാരും യിരെമ്യാവിനെ കൊന്നുകളയണം എന്ന ചിന്തയാൽ മുൻപോട്ട് പോയി. അതിൽ നിന്ന് അവർ മാറിയില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. എന്നാൽ പ്രഭുക്കന്മാരുടെ മനസ്സ് മാറി. അതുകൊണ്ടാണ് യിരെമ്യാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. യിരെമ്യാവിൻ്റെ വാക്ക് കേൾക്കുവാൻ പ്രഭുക്കന്മാർ തയ്യാറായിരുന്നു. ഈ രാഷ്ട്രീയ മേഖലകളിൽ അഴിമതി ഉണ്ടാകുന്നതിനേക്കാൾ ഏറെ മോശമാണ് ആത്മീയ നേതൃത്വത്തിലെ അഴിമതി എന്നോർക്കണം. മതനേതാക്കന്മാരാണ് കർത്താവായ യേശുവിനെ ക്രൂശിൽ തറച്ച് കൊന്നത് എന്ന കാര്യം ഈ സമയം ഓർപ്പിക്കുവാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. അവൻ മരിക്കണം എന്ന് നിർബന്ധിച്ചത് മതനേതാക്കന്മാരായിരുന്നു. അവനെ ക്രൂശിക്ക എന്ന് വിളിച്ചു പറയുവാൻ അവരാണ് ജനത്തെ പ്രേരിപ്പിച്ചത്. യിരെമ്യാവിൻ്റെ കാലത്തെ മതനേതാക്കന്മാർ അവനെ കൊന്നുകളയുവാൻ തീരുമാനിച്ചിരുന്നു. ചിലർ പറയുന്നത് പൊതുജനത്തിൻ്റെ ശബ്ദം ദൈവശബ്ദമാകുന്നു എന്നത്രേ. ഈ വിധത്തിൽ വിശ്വസിക്കുന്ന അനേകം ആളുകളുണ്ട്. പൊതുജനാഭിപ്രായമാണ് ആധികാരികമായിട്ടുള്ളത് എന്നവർ ചിന്തിക്കുന്നു. എന്നാൽ പൊതുജനാഭിപ്രായം നിമിഷം തോറും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പൊതുജനാഭിപ്രായം അല്ല ആധികാരികതയുടെ ലക്ഷണം. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വോട്ട് നടത്തി അവനെ തൻ്റെ രാജ്യത്തിൽ ദൈവം പ്രവേശിപ്പിക്കുന്നില്ല എന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശത്രുതയെ ഇല്ലായ്മ ചെയ്യുവാനാണ് ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. യഹൂദ ദേശത്തിൻ്റെ കുഴപ്പം പിടിച്ച ആ അന്തിമ ദിനങ്ങളിൽ ജനങ്ങളും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒരുപോലെ തെറ്റുകാരാകുന്നു എന്നത്ര ദൈവം പറയുന്നത്. യിരെമ്യാവിന് തൻ്റെ കാര്യം പോലും നിശ്ചയമായിരുന്നില്ല. താൻ ദൈവവചനമാണ് നൽകുന്നത് എന്ന കാര്യം മാത്രം യിരെമ്യാവിന് ഉറപ്പും നിശ്ചയമായിട്ടുണ്ടായിരുന്നു. അവന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അവനറിയില്ലായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവവചനമാണ് ഏതിനും അടിസ്ഥാനമായിട്ടുള്ളത്. ദൈവവചനത്തിനാണ് അന്തിമമായ വാക്ക് പറയുവാനുള്ളത്.
ഇന്ന് ജനം കൈനോട്ടക്കാരുടെ അടുത്തും ലക്ഷണം പറയുന്നവരുടെ അടുത്തും ഒക്കെ പോകുന്നു. ഇതിൻ്റെ എല്ലാം ബുദ്ധിഹീനതയെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. തങ്ങൾക്കാണ് പൂർണ്ണമായ അധികാരമുള്ളത് എന്ന് ചിന്തിക്കുന്ന അനേകം സഭാ നേതാക്കന്മാരും സുവിശേഷ പ്രവർത്തകരുമുണ്ട്. സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയാൽ അവരുടെ കയ്യിലാണ് എല്ലാ നിയന്ത്രണവും എന്ന് ചിന്തിക്കുന്ന ബുദ്ധിമോശമായിട്ടുള്ള ചിന്ത. എന്നാൽ ഈ യിരെമ്യാ പ്രവചനം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, എത്രമാത്രം കൂടുതൽ നാം തിരുവചനം പഠിക്കുവാൻ ശ്രമിക്കുന്നുവോ അത്രമാത്രം കൂടുതൽ നമ്മുടെ അജ്ഞത നാം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. തങ്ങൾക്ക് സകലവും അറിയാം എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. താനാണ് ഏതൻസിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് സോക്രട്ടീസ് ഒരിക്കൽ പറഞ്ഞു. താനാണ് ഏതൻസിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഏത് അടിസ്ഥാനത്തിലാണ് സോക്രട്ടീസ് ഇപ്രകാരം പറയുവാൻ ഇടയായത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, തൻ്റെ ബുദ്ധി ഒന്നിനും കൊള്ളാത്തതാകുന്നു എന്ന് താൻ മനസ്സിലാക്കിയിരിക്കുന്നു, അതുകൊണ്ടാണ് താൻ ഏറ്റവും വലിയ ബുദ്ധിമാനാണെന്ന് പറയുവാൻ ഇടയായത് എന്ന് അദ്ദേഹം പറഞ്ഞു. വ്യക്തിപരമായി എനിക്കിന്ന് അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ദൈവവചനത്തിലുള്ള എൻ്റെ അജ്ഞത മാത്രമാണ്. ഒരു പേർഷ്യൻ പഴമൊഴിയിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഒരു പഴമൊഴിയാണ്: യാതൊന്നും അറിയാതിരിക്കുകയും എന്നാൽ അതേസമയം തന്നെ തനിക്ക് യാതൊന്നും അറിയില്ല എന്ന് അറിവില്ലാതിരിക്കുകയും ചെയ്യുന്നവൻ മൂഢനാണ്, അവനെ ഒഴിഞ്ഞിരിക്കുക. യാതൊന്നും അറിയാതിരിക്കുകയും എന്നാൽ തനിക്ക് യാതൊന്നും അറിയില്ല എന്നറിയുകയും ചെയ്യുന്നവൻ ശിശുവാണ്, അവനെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അറിവുണ്ടായിരിക്കുകയും എന്നാൽ തനിക്ക് അറിവുണ്ട് എന്നറിയാതിരിക്കുകയും ചെയ്യുന്നവൻ ഉറങ്ങുകയാണ്, അവനെ ഉണർത്തുകയാണ് ആവശ്യം. ഒരുവൻ അറിവുണ്ടായിരിക്കുകയും തനിക്ക് അറിവുണ്ട് എന്ന് അവൻ അറിയുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ബുദ്ധിമാനാണ്, അവനെ അനുഗമിക്കുകയാണ് വേണ്ടത്. ഇതിൽ ആദ്യത്തെ 3 പ്രസ്താവനകൾ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയും. എന്നാൽ അവസാനത്തെ പ്രസ്താവന പൂർണ്ണമായി അംഗീകരിക്കുവാൻ കഴിയില്ല. കാരണം നാം എല്ലാം അറിയുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. യിരെമ്യാവിൻ്റെ സ്ഥിതിയും ഇത് തന്നെയായിരുന്നു. അവന് അറിയാവുന്നത് ദൈവവചനം മാത്രമാണ്. യാതൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല എന്ന് കള്ളപ്രവാചകന്മാർ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിരുന്നു എങ്കിലും യിരെമ്യാവ് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് യിരെമ്യാവിന് അറിയാമായിരുന്നു. ഇനിയും യിരെമ്യാ പ്രവചനം 27-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യഹൂദ ജനം ബാബേൽ രാജാവിന് കീഴ്പ്പെട്ടിരിക്കണമെന്നുള്ള ദൂത് എല്ലാ ജനത്തിനും നൽകുന്നതായി കാണുന്നു. അതെ, കയറും നുകവും കൊണ്ടുള്ള ഒരു ഉദാഹരണ സഹിതമാണ് ഈ പ്രാവശ്യം ദൂത് നൽകുന്നത്. 27-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യോശിയാവിൻ്റെ മകനായ യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, നീ കയറും നുകവും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക. പിന്നെ അവയെ യഹൂദ രാജാവായ സിദെക്കീയാവിൻ്റെ അടുക്കൽ വരുന്ന ദൂതന്മാരുടെ കയ്യിൽ ഏദോം രാജാവിനും മോവാബ് രാജാവിനും അമ്മോന്യരുടെ രാജാവിനും സോർ രാജാവിനും സീദോർ രാജാവിനും കൊടുത്തയച്ച് തങ്ങളുടെ യജമാനന്മാരോട് പറവാൻ നീ അവരോട് കൽപ്പിക്കേണ്ടത്. ദൈവം ഈ ജാതികളോട് പറയുന്നത് താൻ സൃഷ്ടാവാകുന്നു എന്നത്രേ. ദൈവം സൃഷ്ടാവാകും. ദൈവം തൻ്റെ മഹാശക്തി കൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതാകുന്നു. ദൈവമാണ് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. ദൈവം തൻ്റെ ശക്തി കൊണ്ടാണ് ഇവയൊക്കെയും സൃഷ്ടിച്ചത്. സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നു. നീട്ടിയ ഭുജം ദൈവത്തിൻ്റെ പ്രവർത്തന ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം എല്ലായ്പ്പോഴും പ്രവർത്തന നിരതനാകുന്നു. അവൻ ഇന്നും ഇപ്പോഴും പ്രവർത്തിക്കുന്നു. 27-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളെയൊക്കെയും എൻ്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു.
അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. എനിക്ക് ബോധിച്ചവന് ഞാൻ ശക്തി കൊടുക്കും, ഞാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് ശക്തി കൊടുക്കുന്നു എന്ന് ദൈവം പറയുന്നു. ഇപ്പോൾ ഈ ദേശങ്ങളെയൊക്കെയും എൻ്റെ ദാസനായ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ബാബേൽ രാജാവിനെ ഇവിടെയും ദൈവം തൻ്റെ ദാസൻ എന്ന് വിളിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. മുമ്പ് 25-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അപ്രകാരം ദൈവം വിളിച്ചിരിക്കുന്നതായി നാം കണ്ടു. തൻ്റെ ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കുന്ന ഉപകരണം എന്ന അർത്ഥത്തിലാണ് ദൈവം നെബൂഖദ്നേസറിനെ അപ്രകാരം വിളിച്ചിരിക്കുന്നത്. ഇനിയും 28-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നുഹത്തിൻ്റെ പ്രവചനം തുടരുന്നതാണ് നാം കാണുന്നത്. കള്ളപ്രവാചകന്മാരിൽ ഒരാളായിരുന്ന ഹനന്യ പ്രവാചകൻ, അവനെ പ്രവാചകൻ എന്ന് വിളിക്കാമോ എന്നെനിക്കറിയില്ല, അവൻ ഏതായാലും യിരെമ്യാവിൻ്റെ പ്രവചനത്തോട് എതിർക്കുകയും താനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്നത് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഹനന്യാവ് ദൈവത്തിൻ്റെ പ്രവാചകൻ അല്ല എന്ന കാര്യം യിരെമ്യാവ് വ്യക്തമാക്കി. 28-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ആ ആണ്ടിൽ യഹൂദ രാജാവായ സിദെക്കീയാവിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ 4-ാം ആണ്ടിൽ 5-ാം മാസത്തിൽ ഗിബെയോന്യനായ അസൂരിൻ്റെ മകൻ ഹനന്യ പ്രവാചകൻ യഹോവയുടെ ആലയത്തിൽ പുരോഹിതന്മാരുടെയും സർവ്വജനത്തിൻ്റെയും മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞ എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേൽ രാജാവിൻ്റെ നുകം ഒടിച്ചു കളയുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളൊക്കെയും ഞാൻ 2 സംവത്സരത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. യെഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ യെഖൊന്യാവയെയും ബാബേലിലേക്ക് പോയ സകല യഹൂദ ബദ്ധന്മാരെയും ഞാൻ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. ഞാൻ ബാബേൽ രാജാവിൻ്റെ നുകം ഒടിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ ഹനന്യാവ് ജനത്തോട് ഭോഷ്കാണ് പ്രവചിക്കുന്നത് എന്ന് വാസ്തവത്തിൽ യിരെമ്യാവിൻ്റെ കഴുത്തിൽ നിന്ന് തടി കൊണ്ടുണ്ടാക്കിയ നുകമെടുത്ത് ഒടിച്ചു കളഞ്ഞത് കൊണ്ട് തന്നെ വ്യക്തമാണ്. 28-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, സകല ജനവും കേൾക്കെ, ഇങ്ങനെ ഞാൻ 2 സംവത്സരത്തിനകം ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ നുകം സകല ജാതികളുടെയും കഴുത്തിൽ നിന്ന് എടുത്ത് ഒടിച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. യിരെമ്യാ പ്രവാചകനോ തൻ്റെ വഴിക്ക് പോയി. 2 വർഷത്തിനകം ഇതുപോലെ ഞാൻ നെബൂഖദ്നേസർ രാജാവിൻ്റെ നുകം എല്ലാ ജാതികളുടെയും കഴുത്തിൽ നിന്ന് ഒടിച്ചു കളയുമെന്ന് ദൈവം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹനന്യാവ് അപ്രകാരം ചെയ്തത്. അവൻ്റെ മേൽ ശിക്ഷാവിധി എന്നവണ്ണം 2 വർഷത്തിനുള്ളിൽ അവൻ മരിക്കുമെന്ന് പറയുവാൻ ദൈവം യിരെമ്യാവിനോട് കൽപ്പിച്ചു. എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, പിന്നെ യിരെമ്യാ പ്രവാചകൻ ഹനന്യ പ്രവാചകനോട്, ഹനന്യാവേ കേൾക്ക, യഹോവ നിന്നെ അയച്ചിട്ടില്ല, നീ ഈ ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഭൂതലത്തിൽ നിന്ന് നീക്കിക്കളയും. ഈ ആണ്ടിൽ നീ മരിക്കും. നീ യഹോവയ്ക്ക് വിരോധമായി മത്സരം സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഹനന്യ പ്രവാചകൻ ആ ആണ്ടിൽ തന്നെ 7-ാം മാസത്തിൽ മരിച്ചു. ദൈവം പറഞ്ഞതുപോലെ തന്നെ അവൻ മരിച്ചു. ഈ സംഭവം ജനങ്ങളെ ദൈവവചനം ശ്രദ്ധിക്കുന്നതിന്, അതും യിരെമ്യാവിലൂടെ കേൾക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുന്നതിനിടയാക്കി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ അവർ ദൈവവചനത്തോട് മറുത്ത് മത്സരിക്കുകയാണ് ചെയ്തത്. യഹൂദ ജനം തെറ്റായ ആളിന് ചെവി കൊടുത്തത് അവർക്ക് കൂടുതൽ ദോഷത്തിന് കാരണമായി. ഇന്നും വാസ്തവത്തിൽ നാം കാണുന്നത് ഇത് തന്നെയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവ പൈതലേ, താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് ചെവി കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്? അതോ ഭോഷത്വമായി ആരാണ്ട് എങ്ങാണ്ടൊക്കെ പറയുന്നതിൻ്റെ പിൻപെയാണോ നിങ്ങൾ പോകുന്നത്? ചിന്തിച്ചു നോക്കൂ. ദൈവവചനം എപ്പോഴും സത്യമാണ്. ദൈവവചനത്തിലൂടെ നമുക്ക് ഈ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ സാധിക്കും. അതെ, യിരെമ്യാവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ സുഖമുള്ളതായിരുന്നില്ല, എന്നാൽ അതായിരുന്നു സത്യം.
നാം ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, അത് നമ്മളോട് സംസാരിക്കുമ്പോൾ എല്ലാം എപ്പോഴും സുഖമായി തോന്നിയെന്ന് വരില്ല. എന്നാൽ ഹനന്യാവിനെ പോലെയല്ല, ഇരമ്യാവിൻ്റെ വാക്കുകൾ സത്യമായിരുന്നു. ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമ്പോൾ നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമ്മുടെ സൗകര്യത്തിനാണോ, അതോ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതാണോ നാം അനുസരിക്കുന്നത്? ദൈവഹിതം അനുസരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം ബാലശിക്ഷയ്ക്കായി തൻ്റെ ജനത്തെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ദൈവജനത്തിൻ്റെ ചരിത്രത്തിൽ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതവരെ നശിപ്പിച്ചു കളയുവാനായിട്ടല്ല, പിന്നെയോ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാകുന്നു. ബുദ്ധിയുള്ള മക്കൾക്ക് പിതാവിൻ്റെ വടി പിന്നത്തേതിൽ അനുഗ്രഹമായി മാറും.